അതേടാ എന്താ പരിപാടി? ഇവിടെ നമ്മുടെ മണ്ട പോയ കുറെ തെങ്ങുണ്ടായിരുന്നു. ഇത് വെട്ടിയിട്ട്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. ഇത് നല്ല ഭാരമുള്ളതാണല്ലോ. ഇത് വൈറ്റ് എന്ന് പറഞ്ഞാൽ അടിവശമാണ്. നല്ല വെയിറ്റ് അടിവശമാണ്. അല്ല, ഇത് സന്തോഷം ഒറ്റയ്ക്കുള്ള? ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കയർ ഇരിപ്പുണ്ടോ? കയറുണ്ട്. കയർ ഇരിപ്പുണ്ടെങ്കിൽ എത്ര ഭാരമുള്ള സാധനവും നമുക്ക് വലിച്ചു മാറ്റാൻ പറ്റും. ഒറ്റക്ക് മതി. ഒരാൾക്ക് മാറ്റാൻ പറ്റും. കാണിച്ചേട്ടെ, നമുക്ക് നോക്കാം. മാത്രമല്ല കയറെടുത്തോണ്ട് ഇത് കാണുന്നവർക്കും അതൊരു അങ്ങനെ ഒന്നും പിടിക്കണ്ട. ഒറ്റ കൈ കൊണ്ട് വലിക്കാം. ഒരു കയറെടുത്തുണ്ടോ? ഓക്കെ ഞാൻ കൊണ്ടുവരാം. ഈ കയറ് കുഴപ്പമില്ലല്ലോ. ഇത് മതി. ഇപ്പൊ വെള്ളക്കയറാണ്, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും കാണിച്ചു തരാം കേട്ടോ, ഇങ്ങനെയാണ്. അപ്പൊ ഇതിന് ചെയ്യാനായിട്ട് ഈ ഒരൊറ്റ ഇങ്ങോട്ട് എടുക്കുക. ഒരു സൈഡ് ഇങ്ങോട്ട് എടുത്തു. ഇതിപ്പോ അങ്ങോട്ടല്ലേ വലിക്കേണ്ടത്? അപ്പൊ അതേ കണ്ടോ കേട്ടോ, കെട്ടുന്നതൊക്കെ നന്നായിട്ട് കെട്ടുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ കെട്ടൊന്നും വേണ്ട. ഇവിടെ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ ചുറ്റി എന്നിട്ട് ഇതിന്റെ അകത്തുകൂടി ഇതിനകത്തുകൂടി ഇങ്ങനെ ചുമ്മാ ഒരു 5-6 ഇങ്ങനെ കോർത്തായിട്ടാ മതി. ഇനി ഇത് ഊരി പോകില്ല. ഊരി പോകുന്ന സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നുകൂടി ചുറ്റിയിട്ടേക്ക്. മനസ്സിലായി? ആ സൈഡിലൂടെ ചേർത്ത് കെട്ടൊന്നുമില്ല, ചുമ്മാ ഒന്ന് ചുരുട്ടി. അപ്പൊ നമുക്ക് അങ്ങോട്ടാ വലിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകണം. ഇവിടെ പിടിക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം കേട്ടോ, ഇങ്ങനെ ഇട്ട് അപ്പൊ ഒരടി നീളത്തിൽ ഇങ്ങനെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വീണ്ടും അങ്ങോട്ട് മടക്കി. എന്നിട്ട് നമ്മൾ ഈ ഗ്യാപ്പിൽ കൂടി ഇതിങ്ങനെ എടുത്ത് ഇതിനകത്തോട്ട് എടുത്ത് അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഇവിടെ കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോണ കണ്ടോ, ഈ കയറില്ലേ, ഇത് ഇങ്ങനെ അകത്തുകൂടി ഇങ്ങനെ എടുക്കുക. ഇപ്പൊ രണ്ടായിട്ട് ഇങ്ങനെ വരും. ഇതുമായിട്ട് വരും. ഇതുമായിട്ട് വരും. ഇത് സന്തോഷം പിടിച്ചു. അത് അങ്ങോട്ടും പോയി, ഇത് ഇങ്ങോട്ട് വിട്ടു വന്നു. പോട്ടെ ഇങ്ങനെ വരുവാണ്. അപ്പൊ നമുക്ക് സഹായത്തിന് ആരുമില്ല. പക്ഷെ നമുക്ക് ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടാവും, തെങ്ങുണ്ടാവും. മരമില്ലേ, നമുക്കൊരു കുറ്റി അടിച്ചാലും മതി. കണ്ടോ, ആ കുറ്റിയിലോട്ട് ഇവിടെ ഇങ്ങനെ. ഇതിപ്പോ ഈ ഉരുണ്ട് വരുന്ന അല്ലാന്നുള്ളതാണെങ്കിലും ഇത് പറ്റും. എങ്ങനെയാലും പറ്റും. ഒരു പാറകഷ്ണമാണെങ്കിലും പറ്റും. പാറകഷ്ണായാലും പറ്റും. എന്ത് വെയിറ്റുള്ള എന്ത് സാധനം പറ്റും. അപ്പൊ ഇനി ഇവിടെ ചെയ്യാൻ പോകണം. ഇവിടെ ഒന്നും കെട്ടണ്ട. കെട്ടിയാലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ എളുപ്പം അഴിക്കുന്ന രീതിയിലുള്ളത് മതി. നമ്മുടെ ഈ കെട്ടിന്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് അഴിക്കാൻ പറ്റും. ഉടക്ക് വീഴില്ല. ഇങ്ങനെ കറക്കി ഇങ്ങനെ കറക്കി എടുത്ത് അതാകുമ്പോ ഇനി ഇത് അഴിഞ്ഞു പോരിയല്ല. ഇതിങ്ങനെ ടൈറ്റ് ആയിട്ട് ചെയ്യണ്ട. ഇനി ചെയ്യാൻ പോണത് ഇവിടാണ് പണി. നമുക്ക് അത് അവിടെ നിന്ന് ഇങ്ങോട്ടാ വരേണ്ടത്. ഇപ്പൊ ഈ ഉരുണ്ട് വരുന്ന അല്ലാത്ത പാറയാണെങ്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ വന്നു. ഇവിടെ അങ്ങോട്ട് നോക്കി. നമ്മളിപ്പോ വലിക്കാൻ പോകണോ കേട്ടോ. അവിടെ നിന്ന് ആ സാധനം ഇങ്ങോട്ട് വരണം. നമ്മൾ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എന്റെ ഏത് കൈയെ പിടിച്ചേക്കണം നോക്കി. എനിക്ക് വലത്തെ കൈയാണ്, പക്ഷെ ഞാൻ ഇടത്തേക്ക് പിടിച്ചു. അങ്ങോട്ട് നോക്കി കേട്ടോ. ഇനി അത് വരുമോ നോക്കൂ. കണ്ടോ? അപ്പൊ ഇടത് കൈ കൊണ്ട് കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇനി വലത് കൈ ഉണ്ട്. ഞാൻ പിടിച്ചു നോക്കട്ടെ. വളരെ എളുപ്പം ഇനി പോരും. അത് തന്നെ. കേട്ടാ, ഇനി സന്തോഷം ഇവിടെ പിടിച്ചേ. അവിടെ നിന്ന് വലിച്ചേ. വരുമോ നോക്കി. കണ്ടോ വരുന്നുണ്ടല്ലോ. ഒന്നുമില്ല, ഇത് വളരെ നിസ്സാരമായിട്ട് വരും. അതാണ് സംഭവം. കണ്ടോ, ഇതിപ്പോ മാത്രമല്ല, ഇത് നേരെയാ വരുന്നത്. അതെ ഉരുളുമല്ല. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ റോപ്പ് ഇങ്ങനത്തെ റോപ്പായിട്ടാ, മറ്റേ മഞ്ഞ റോപ്പില്ലേ, നല്ല ഉറപ്പുള്ള. കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇതേ ഉള്ളായിരുന്നു. ഇതേ മറ്റേ ഇച്ചിരി ഇലാസ്റ്റിക്. നമുക്ക് ആ നീളമുള്ള സ്ഥലത്തൊന്ന് ചെയ്ത് നോക്കാം. വളരെ നിസ്സാരമായിട്ട് ഒറ്റ കൈ മതി. കണ്ട, നമുക്ക് ഒന്നും ചെയ്യണ്ട. ഒറ്റ കൈയായിട്ട് ഇങ്ങനെ പിടിച്ചു കൊച്ചിനെ കൊണ്ട് വിളിച്ചാലും നമുക്ക് വരും. മറ്റേ നമ്മൾ മുമ്പേ വലിച്ചു പിടിച്ചിട്ട് പോലും നീങ്ങാത്ത. പിന്നെ ഈ റോപ്പിന് ഒരു പ്രശ്നമുണ്ട്. ഈ റോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ റബ്ബർ ബാൻഡ് പോലെ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതാണ്. റോപ്പാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും. മറ്റേ മഞ്ഞ റോപ്പാണ് കുഴപ്പമൊന്നുമില്ല. മറ്റേ മഞ്ഞ റോപ്പാണെങ്കിൽ നല്ല ഈസി ആയിട്ട് പോരുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇതേപോലുള്ള കെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള പഠിച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. എപ്പോഴെങ്കിലും ഒരു സമയത്തൊക്കെ ഉപകാരപ്പെടും.